all, welcome back to my channel Jasmine Art. ഇന്നൊരു പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്, ഒരു ബ്രോക്കൺ ഗ്ലാസ് പുഡിംഗ്. പുഡിംഗ് കണ്ടു കഴിഞ്ഞാൽ അതിൽ ബ്രോക്കൺ ഗ്ലാസ് പീസസ് ഇട്ടതുപോലെ തോന്നും. അതുകൊണ്ടാണ് അതിന് ആ ഒരു പേര് കിട്ടാൻ കാരണം. ഇത് കഴിക്കുമ്പം ഓരോ സ്പൂണും നമ്മൾ വായിലേക്ക് വെക്കുമ്പം ഓരോ ടേസ്റ്റാണ് കിട്ടുക. കാരണം ആ ബ്രോക്കൺ ഗ്ലാസ് പീസസ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന അതിന് ഓരോന്നിനും വ്യത്യസ്തമായ ടേസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ട് സ്റ്റെപ്സ് ആയിട്ടാണ് നമ്മൾ ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത്. പക്ഷേ അത്രയും ടൈം വെയിറ്റ് ചെയ്യുന്നതിനുള്ള ടേസ്റ്റും അതിനുണ്ട്. കാണാൻ നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു പുഡിംഗാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇതിൽ 4 ഫ്ലേവേഴ്സാണ് ചേർക്കുന്നത്. അപ്പോൾ അതാദ്യം നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ആദ്യം ഹർഷീസിൻ്റെ സ്ട്രോബെറി സിറപ്പാണിത്. സിറപ്പായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം യൂസ് ചെയ്യേണ്ടി വരും അതിൻ്റെ ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് കളർ കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കളർ ആഡ് ചെയ്തതാണ്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് മാംഗോ ഫ്ലേവറാണ്. ഇത് എസെൻസ് ആയതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് കളറും ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വേറെ കളർ ആഡ് ചെയ്യുന്നില്ല. ഇത് പിസ്ത. എസെൻസ് കുറച്ച് ചേർത്താൽ മതിയാവും, കുറച്ച് ചേർത്താൽ തന്നെ നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇത് ബദാം മിക്സിൻ്റെ ഫ്ലേവറാണ്. ഇങ്ങനെ 4 ഫ്ലേവറാണ് ഞാൻ എടുത്തത്. എത്ര ഫ്ലേവർ വേണമെങ്കിലും എടുക്കാം. ഫ്ലേവർ കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റും കൂടും. ഇഷ്ടമുള്ള ഫ്ലേവറൊക്കെ എടുക്കാം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബ്രോക്കൺ ഗ്ലാസ് പീസസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ജെലാറ്റിൻ നമുക്ക് കുതിരാൻ വെക്കണം. ഒരു 4 സ്പൂൺ ജെലാറ്റിൻ ഞാൻ വെള്ളത്തിൽ അലിയിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ്. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞാൽ അതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച ജെലാറ്റിൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കുഞ്ഞു ബൗളുകളിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടോടുകൂടി ഒഴിക്കേണ്ട, കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നിറയ്ക്കുന്നുള്ളൂ. അത് ഫുള്ളായിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഓരോന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. സെപ്പറേറ്റ് സ്പൂൺസ് ഉപയോഗിച്ചു, അല്ലെങ്കിൽ കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിക്സ് ആയിട്ട് പോവും. പിന്നെ ഇതൊരു ക്ലിംഗ് റാപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടോ നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഫ്രീസറിൽ വെക്കേണ്ട, താഴെത്തട്ടിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ മാത്രം വെച്ചാൽ മതി. ഞാനിതൊരു ഓവർനൈറ്റാണ് വെച്ചത്. രാത്രി ഉണ്ടാക്കിയിട്ട് രാവിലെയാണ് പിന്നെ ഞാൻ എടുത്ത് നോക്കിയത്. ഇത് രണ്ടാമത്തെ മിക്സാണ്. ഇതിന് പാലും പഞ്ചസാരയും ചേർത്തിട്ടാണ് തിളപ്പിക്കുന്നത്. അതിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 6 സ്പൂൺ ജെലാറ്റിൻ ഞാൻ ചേർത്തിട്ടുണ്ട്. 1.5 കപ്പ് പാലിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തത്. പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. പിന്നെ വാനില എസൻസും ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല, പ്ലെയിൻ ആയിട്ടാണ് വെക്കുന്നത്. കാരണം ഓൾറെഡി നമ്മൾ കുറേ ഫ്ലേവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ജെലാറ്റിനാണ്. ജെലാറ്റിൻ നേരിട്ട് തിളയ്ക്കുന്ന ലിക്വിഡിലേക്ക് ചേർക്കരുത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് അലിയിച്ചെടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വെക്കണം. റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ് എടുത്ത് നോക്കാം. നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു 4 ഫ്ലേവേഴ്സ്. അതെടുത്ത് നോക്കാം എന്തായിന്ന്. ശരിക്കും സെറ്റായിട്ടുണ്ട്. ഇനി ഒരു നൈഫ് വെച്ചിട്ട് നമുക്കിതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ മുറിച്ചെടുക്കണം. ഇതാണ് നമ്മളെ ഗ്ലാസ് പീസസ്. ബ്രോക്കൺ ഗ്ലാസ് പുഡിംഗ് അല്ലേ, അപ്പോൾ അതിൻ്റെ ബ്രോക്കൺ ഗ്ലാസ് പീസസാണ് ഇത് നമ്മൾ മുറിച്ചെടുക്കുന്നത്. ഇത് ഏത് ഷേപ്പിലും നമുക്ക് മുറിച്ചെടുക്കാം, പക്ഷേ റെക്റ്റാങ്കിൾ ഷേപ്പിലാവും മുറിച്ചെടുക്കാനായിട്ട് ഇതിന്ന് എളുപ്പം. ഇതുപോലെ പോയിൻ്റ് ടിപ്പുള്ള നൈഫാണെങ്കിൽ നമുക്ക് അടി വരെ ഇതുപോലെ ഈസി ആയിട്ട് മുറിച്ചെടുക്കാം.
ഇതുപോലെ എല്ലാ ബോൾസത്തെയും നമ്മൾ പീസാക്കി എടുക്കണം. ഇനി ഇതിൻ്റെ സൈഡ്സ് എല്ലാം ഒന്ന് വിടിയിച്ചിട്ട് നമുക്ക് അൺമോൾഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുപാട് പീസസ് കിട്ടും. ജെലറ്റിൻ്റെ അളവൊക്കെ കറക്റ്റായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ പീസസ് ആയിട്ട് കിട്ടിയത്. അല്ലാന്നുണ്ടെങ്കിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പീസായിട്ട് കിട്ടില്ല. നമ്മൾ തൊടുമ്പോഴേക്കും അതിങ്ങനെ ഉടഞ്ഞു പോവും. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഹാർഡായി പോവും. നമുക്ക് ആ പുഡിങ്ങിൻ്റെ ഒരു ടെക്സ്ചറിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റാണ്. പുഡിംഗ് എന്ന് പറയുമ്പം ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ജെല്ലി മിഠായി മുതൽ കുറച്ച് ഹാർഡനായി പോവും. അപ്പം അതൊരു രസം ഉണ്ടാവില്ല പുഡിങ്ങിൽ. ഇനി ഈ പീസസ് എല്ലാം നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ നിരത്തി വെക്കാം. അതിൻ്റെ താഴെ നല്ല സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇടുന്നത്. ഇനി ഇതിക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പാലും പഞ്ചസാരയും ജെലറ്റിനും ചേർന്ന ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ടാവണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലാസ് പീസസൊക്കെ മെൽറ്റായി പോവും. ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നന്നായിട്ട് റാപ്പ് ചെയ്തെടുത്തു. എന്നിട്ട് ഒരു 8 hours ഞാനിത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 8 hours വെച്ചാലേ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പം ഏകദേശം ഒരു 8 hours കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. തുറന്നു നോക്കാം. ഞാനിത് ജസ്റ്റ് പാത്രം ഒന്ന് അപ്സൈഡ് ഡൗൺ ആക്കിയിട്ട് വെച്ചതാണ്, അത് കാണാൻ വേണ്ടിയിട്ട്. ഈ ഗ്ലാസ് പീസസ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അൺമോൾഡ് ചെയ്തിട്ടില്ല. ഞാൻ അൺമോൾഡ് അങ്ങനെ ചെയ്യാതെ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇനി ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ റെക്റ്റാങ്കിൾസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ ആൻഡ് കൺസിസ്റ്റൻസി വരുന്നത്. ശരിക്കും നല്ല കളർഫുള്ളാണ്. ഓരോ സ്പൂണും നമുക്ക് കഴിക്കാനായിട്ട് ഓരോ ഫ്ലേവറായിരിക്കും കിട്ടുക. നല്ല ടേസ്റ്റിയാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അതിൻ്റെ ആ കളർ കണ്ടാൽ തന്നെ നല്ല അട്രാക്റ്റീവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെലറ്റിൻ്റെ അളവ് കൃത്യമായിട്ട് എടുക്കുക എന്നുള്ളതാണ് ഇതിലൊരു ശ്രദ്ധിക്കാനുള്ള കാര്യം. കൂടിപ്പോയാലും നല്ല ഹാർഡായിരിക്കും പുഡിങ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടില്ല. കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതങ്ങ് അലിഞ്ഞു പോവും. നമുക്കിങ്ങനെ പീസാക്കി എടുക്കാനൊന്നും കഴിയില്ല. ഇതിൽ ജെലാറ്റിൻ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ചൈന ഗ്രാസ് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ പാക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന അളവ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പ്രശ്നമാണ്. കൂടിപ്പോയാൽ ഹാർഡായി പോവും, കുറഞ്ഞു പോയാൽ അത് സെറ്റാവാതെ വരും. പിന്നെ പേഴ്സണലി എനിക്കിഷ്ടം ജെലാറ്റിൻ തന്നെയാണ് പുഡിങ്ങിൽ. ചൈന ഗ്രാസിനേക്കാളും നല്ലൊരു ടെക്സ്ചറാണ് അതിന് കിട്ടുക. അപ്പോൾ ഇന്നത്തെ ഈ കളർഫുൾ ബ്രോക്കൺ ഗ്ലാസ് പുഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വരും. അത് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പം നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ കിട്ടുള്ളൂ. വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.